അതാണല്ലോ 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി കഴിഞ്ഞ് 15 പ്രഭാതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ സംവിധായകനെന്നും ലോക സമാധാനത്തിന്റെ പ്രതിഭാശാലിയെന്നും സ്വതന്ത്ര ഭാരതത്തിന്റെ സർവസ്വമെന്നും ഒക്കെ വിശേഷിപ്പിക്കുന്ന മിസ്റ്റർ ഗാന്ധി ലോകത്തോട് പറഞ്ഞത്, ഇന്ത്യയോട് പറഞ്ഞത്. ഗാന്ധി എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന്. ഉമറിന്റെ ഭരണം എന്നാ ഗാന്ധി പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നേ? ഉമർ റളിയല്ലാഹു അൻഹു ചക്രവർത്തിയായി സ്ഥാനമേറ്റു എന്ന് പറയുമ്പോൾ നിങ്ങളാരും കരുതണ്ട ഉമർ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇങ്ങനെ തിളങ്ങുന്ന പട്ടുകൊടുത്തുകൊണ്ട് ഉപവിഷ്ടനായി എന്ന് കരുതണ്ട. 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ രണ്ടാമത്തെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വാണരുളുമ്പോൾ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇട്ടിരിക്കുന്ന കുപ്പായത്തിന്റെ മുതുകെല്ലാം ദ്രവിച്ചു പൊടിഞ്ഞ കുപ്പായം ഇട്ടുകൊണ്ടായിരുന്നു നിസ്കരിക്കാൻ വരുന്നതെന്ന് ചരിത്രം എഴുതുന്നില്ലേ മക്കളെ? അതാ അന്നത്തെ ചക്രവർത്തി. നല്ല ഉടുപ്പിടാനില്ല, ദ്രവിച്ച കുപ്പായം ഇട്ടുകൊണ്ടാ വരുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു താമസിച്ചത് എവിടെയാ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച, ഇടയ്ക്കിടെ കാറ്റടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പൊടിഞ്ഞ് ഓലക്കഷണം വീഴുന്ന കുടിലിലാണ് ആ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് താമസിച്ചത്. ഉമർ 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ അമരക്കാരനായി സ്ഥാനമേറ്റപ്പോൾ ഉമർ ഒരാളെ ജോലിക്ക് വെച്ചു. എന്തിനാണെന്നറിയോ? റെക്കോർഡ് ശരിയാക്കാനല്ല, കണക്കെഴുതാനല്ല, തുണി കഴുകാനല്ല, തുണി ഇസ്ത്രി ഇടാനല്ല, വീട്ടിൽ ഭക്ഷണം വെക്കാനല്ല, സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാനല്ല. അതിനൊന്നും ഉമറുൽ ഫാറൂഖ് ആളെ വെച്ചില്ല. ഉമർ എന്തിനാണ് ആളെ വെച്ചതെന്നറിയുമോ മക്കളെ? നമുക്കിന്നത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നിപ്പോകും. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ വെച്ചു. ആ ആളിനോട് പറഞ്ഞു, മോനെ, ഞാനിടയ്ക്കിടെ ഇങ്ങനെ രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന എന്റെ അടുക്കൽ നീ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊരു കാര്യം പറയണം. എന്താ പറയേണ്ടത്? ഉമറേ, നീ മരിക്കും ഉമറേ, ഉമറേ, നീ മരിക്കും ഉമറേ, ഉമറേ, നീ മരിക്കും ഉമറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരാളെ വെച്ചു. അതിനു മാത്രം ഒരാളെ ശമ്പളത്തിന് വെച്ചു. ശമ്പളം എന്ന് പറഞ്ഞാൽ ഖജനാവി എന്നല്ല, പ്രസിഡന്റിന് കിട്ടുന്ന അലവൻസിൽ നിന്ന് ഒരംശം അയാൾക്ക് ശമ്പളം കൊടുത്തു. എന്നിട്ട് അയാളെ വെച്ചു, ഉമറേ, നീ മരിക്കും, നീ മരിക്കും എന്ന് വന്ന് ഓർമ്മിപ്പിക്കാൻ. അങ്ങനെ വന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉമറുൽ ഫാറൂഖ് അയാളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ പൊയ്ക്കോ, ഇനി നിനക്ക് ജോലിയില്ല, കൂലിയില്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. അയാളെ ചോദിച്ചു, എന്തു പറ്റി അമീറുൽ മുഅ്മിനീൻ? ഞാൻ ഇനി പറയണ്ടേ മരിക്കുമെന്ന്? പറയണം, പക്ഷേ ഇനി നീ പറയണ്ട. എന്റെ ശരീരത്തിൽ ഒരു രോമം നരച്ചിരിക്കുന്നു, എനിക്ക് നര ബാധിച്ചു. അതുകൊണ്ട് ആ നരച്ച രോമം കാണുമ്പോൾ എനിക്കിനി മരണത്തെക്കുറിച്ച് ഓർമ്മ വരും. എപ്പോഴും ഞാൻ ഓർക്കും. അതുകൊണ്ട് ഇനി എനിക്ക് ആരും അത് ഓർമ്മിപ്പിച്ചു തരണ്ട.